ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വം LDC എക്സാമിനും അതുപോലെ തന്നെ LGS നിലവാരത്തിലുള്ള പരീക്ഷകളൊക്കെ നടക്കാൻ വേണ്ടി പോവാണ്. അതായത് 13-ാം തീയതി LDC നടക്കും, 20-ാം തീയതി മറ്റ് പരീക്ഷകളൊക്കെ നടക്കുകയാണ്, LGS ലെവലുള്ള പരീക്ഷകൾ. അപ്പൊ ഇതിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു മാരത്തോൺ ആണ് നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നും നാളെയുമായിട്ട് 2 ഭാഗത്തിലൂടെയാണ് ഈ ഒരു ഇത് വരുന്നത്, മാരത്തോൺ വരുന്നത്. ഇന്ന് 1-ാമത്തെ ഭാഗം എന്ന രീതിയിലാണ് സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ചധികം ചോദ്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിത ചോദ്യങ്ങൾ എന്ന രീതിയിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ വീഡിയോസ് മുഴുവൻ ക്ലാസ്സുകളും കാണുക, നാളെ നൽകുന്ന ആ ഒരു ചോദ്യങ്ങളും കാണുക. ഒരുപാട് പ്രതീക്ഷിത ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം, കാരണം ഒരുപാട് സമയം നമ്മൾ വൈകിക്കണ്ട. 1-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഗണപതിയുടെ വാഹനം ഏതാണ് എന്നാണ്. ഗണപതിയുടെ വാഹനം ഏതാണ്? എല്ലാവർക്കും അറിയാം. ഏതാണ് ഗണപതിയുടെ വാഹനം? എലിയാണ് ഗണപതിയുടെ വാഹനമായിട്ട് വരുന്നത്. മറ്റൊരു ചോദ്യം: അഷ്ടാംഗങ്ങളും പഞ്ചാംഗങ്ങളും കൂടി ന്യസിക്കുന്നത് ഏത് ദേവനാണ്? അഷ്ടാംഗങ്ങളും പഞ്ചാംഗങ്ങളും കൂടി ന്യസിക്കുന്നത് ഏത് ദേവനാണ്? അത് വിഷ്ണുദേവനാണ് എന്ന് മനസ്സിലാക്കുക. ഏതാണ്? വിഷ്ണുദേവൻ. അടുത്തത്: വിഷ്ണുവിന്റെ വലിയ ബലിപീഠത്തിൽ അധിവസിക്കുന്ന ദേവത ഏതാണ്? വിഷ്ണുവിന്റെ വലിയ ബലിപീഠത്തിൽ അധിവസിക്കുന്ന ദേവത ഏതാണ്? അത് ഹരിസേനനാണ്. ആരാണ്? ഹരിസേനനാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു ചോദ്യം: ഏത് വിരൽ കൊണ്ടാണ് പൂജയ്ക്ക് ചന്ദനം കുറി തൊടേണ്ടത്? പൂജയ്ക്ക് ചന്ദനം കുറി തൊടേണ്ടത് ഏത് ഇതുകൊണ്ടാണ്? അത് മോതിര വിരൽ കൊണ്ടാണ്. അതായത് നമ്മൾ പറയുന്നത് ചന്ദനം നമ്മൾ തൊടുന്നതും മോതിര വിരൽ ഉപയോഗിച്ചാണെന്നാണ് പറയുക. മോതിര വിരൽ ഉപയോഗിച്ചാണ് ചന്ദനം തൊടേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്: ഇദം ശരീരം ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏതാണ്? ഇദം ശരീരം ക്ഷേത്രം, കൃത്യമായി നോക്കുക. ഇദം ശരീരം ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം അത് ഭഗവത്ഗീതയാണ്. ഏതാണ്? ഭഗവത്ഗീത. മറ്റൊന്ന്: സർപ്പക്കാവുകളിൽ ആരാധിക്കുന്ന ശിലാവിഗ്രഹത്തിന് പറയുന്ന പേരെന്ത്? സർപ്പക്കാവുകളിൽ ആരാധിക്കുന്ന ശിലാവിഗ്രഹത്തിന് പറയുന്ന പേര് ചിത്രകൂടക്കല്ല് എന്നാണ്. ചിത്രകൂടക്കല്ല്. മറ്റൊന്ന്: ശീവേലിക്ക് തെക്കുഭാഗത്ത് തൂവേണ്ട ദേവന്മാർ ഏതെല്ലാമാണ്? ശീവേലിക്ക് തെക്കുഭാഗത്ത് തൂവേണ്ട ദേവന്മാർ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഗണപതിയും ദക്ഷിണാമൂർത്തിയുമാണ്. ഗണപതിയും ദക്ഷിണാമൂർത്തിയും. മറ്റൊന്ന്: ശനിയുടെ വാഹനം ഏതാണ്? കാക്കയാണ് ശനിയുടെ വാഹനമായിട്ട് വരുന്നത്. ഏതാണ്? കാക്കയാണ് ശനിയുടെ വാഹനമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: തന്ത്ര സമുച്ചയത്തിന്റെ രചയിതാവാരാണ്? തന്ത്ര സമുച്ചയത്തിന്റെ രചയിതാവാരാണ്? ഉത്തരം ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാടാണ്. ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഉത്തരമായിട്ട് വരുന്നത്. മറ്റൊന്ന്: സുപ്രസിദ്ധ ക്ഷേത്ര ശില്പഗ്രന്ഥം ഏതാണ്? സുപ്രസിദ്ധ ക്ഷേത്ര ശില്പഗ്രന്ഥം വിശ്വകർമ്മ്യം എന്നതാണ്. ഏതാണ്? വിശ്വകർമ്മ്യം എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. മറ്റൊന്ന്: ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്? ഉത്തരമായിട്ട് വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്: ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ച ദേവപ്രതിഷ്ഠ ആരുടേതാണ്? ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ച ദേവപ്രതിഷ്ഠ ആരുടേതാണ്? ഉത്തരം ശിവൻ. ശിവനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? ശിവനായിട്ട് ഉത്തരമായിട്ട് വരുന്നത് ശിവൻ. മറ്റൊന്ന്: ഏത് ദേവനാണ് ഗോപിയായി ചന്ദനം കുറി തൊടുവാൻ പറയുന്നത്? ഏത് ദേവനാണ് ഗോപിയായിട്ട് ചന്ദനം കുറി തൊടുവാൻ പറയുന്നത്? ഉത്തരം വിഷ്ണുദേവനാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്: ശാസ്താവിന്റെ വാഹനം ഏതാണ്? ശാസ്താവിന്റെ വാഹനം ഏതാണ്? ഇതിന്റെ ഉത്തരം കുതിരയാണ്. ശാസ്താവിന്റെ വാഹനം കുതിരയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്: സന്താന ലബ്ധിക്കായി ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? സന്താന ലബ്ധിക്കായി ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രം ഉത്തരം മണ്ണാറശാലയാണ്. മണ്ണാറശാല ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മണ്ണാറശാലയാണ് എന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ഏതാണ്? കേരളത്തിലെ ഏക തടാക ക്ഷേത്രം അത് അനന്തപുരം ക്ഷേത്രമാണ്. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപുരം ക്ഷേത്രം. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപുരം ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത്: പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ മൂർത്തി സ്വരൂപം ഏതാണ്? പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ മൂർത്തി സ്വരൂപം എന്ന് പറയുന്നത് കിരാതമൂർത്തിയാണ്. വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് സ്ഥിതി ചെയ്യുന്നത്. വളപട്ടണം പുഴ കണ്ണൂർ ജില്ല. ഓക്കെ, കണ്ണൂർ ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത്: ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ്? ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം അത് പന്തളം കൊട്ടാരത്തിലാണ്. എവിടെയാണ്? പന്തളം കൊട്ടാരത്തിൽ. മറ്റൊന്ന്: മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്?
മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. മറ്റൊന്ന്, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണ്? ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണ്? ഉത്തരം ഡി, വിളക്ക് തെളിയിക്കലാണ് എന്ന് മനസ്സിലാക്കുക. ഏതാണ്? വിളക്ക് തെളിയിക്കലാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം മലനടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മലനട. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് മലനട എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഇവിടെ പാൽപ്പായസമാണ് പ്രധാന വഴിപാട്. അമ്പലപ്പുഴ പാൽപ്പായസം നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ്. മറ്റൊന്ന്, വള്ളംകളി ഉത്സവമായിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം. വള്ളംകളി ഉത്സവമായിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഏതാണ്? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. മറ്റൊന്ന്, ആറ്റുകാൽ പൊങ്കാല ഏത് മാസത്തിലാണ് നടത്തുന്നത്? അത് കുംഭമാസത്തിലാണ്. കുംഭം. ആറ്റുകാൽ പൊങ്കാല നടത്തുന്ന മാസം കുംഭമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം അത് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ് ദക്ഷിണ കൈലാസം എന്ന് അറിയപ്പെടുന്നത്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം. മറ്റൊന്ന്, വിഷ്ണു ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത്? വിഷ്ണു ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണമാണ് പറയുന്നത്? 4 പ്രദക്ഷിണമാണ്. എത്രയാണ്? 4 പ്രദക്ഷിണമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ജ്ഞാനപ്പാനയുടെ രചയിതാവ് ഓപ്ഷൻ സി പൂന്താനമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? പൂന്താനമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഉത്സവകാലത്ത് കോഴിക്കല്ല് മൂടുന്ന സമ്പ്രദായം ഏത് ക്ഷേത്രത്തിലാണ്? ഉത്സവകാലത്ത് കോഴിക്കല്ല് മൂടുന്ന സമ്പ്രദായം ഏത് ക്ഷേത്രത്തിലാണ്? അത് കൊടുങ്ങല്ലൂർ ദേവീ ക്ഷേത്രത്തിലാണ്. എവിടെയാണ്? കൊടുങ്ങല്ലൂർ ദേവീ ക്ഷേത്രത്തിലാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ ശിരസിനെ സൂചിപ്പിക്കുന്നു. ഏതാണ്? ശിരസാണ്. ശിരസ്. മറ്റൊന്ന്, ക്ഷേത്രങ്ങളിൽ പൂജാ സമയത്ത് തൂവുന്ന ബലിക്കല്ല് ഏതാണ്? ക്ഷേത്രങ്ങളിൽ പൂജാ സമയത്ത് തൂവുന്ന ബലിക്കല്ല് അഗ്നിയാണ്. അഗ്നി. മറ്റൊന്ന്, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്ര തരം ഉത്സവങ്ങളെ പറയപ്പെടുന്നു? കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്ര തരം ഉത്സവങ്ങളെ പറയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ 3 തരം ഉത്സവങ്ങളെയാണ് ക്ഷേത്രങ്ങളിൽ പറയപ്പെടുന്നത്. ഓക്കെ, 3 തരം ഇതാണ് ഉത്സവങ്ങൾ. അടുത്തത്, വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം ഏതാണ്? വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം ഓപ്ഷൻ ഡി തിരുവോണമാണ് വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. മറ്റൊന്ന്, കേരളത്തിലെ കഥകളി വഴിപാടായി നടത്തുന്ന ക്ഷേത്രം ഏതാണ്? അത് തിരുവല്ലഭ ക്ഷേത്രമാണ്. കേരളത്തിലെ കഥകളി വഴിപാടായി നടത്തുന്ന ക്ഷേത്രം തിരുവല്ലഭ ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കുക. തിരുവല്ലഭ ക്ഷേത്രം. ഓക്കെ. അടുത്തത്, ശംഖനാദം മുഴക്കാത്ത ക്ഷേത്രം ഏതാണ്? ശംഖനാദം മുഴക്കാത്ത ക്ഷേത്രം ഏതാണ്? അത് ഇക്കരെ കൊട്ടിയൂരാണ്. ഇക്കരെ കൊട്ടിയൂർ. ശംഖനാദം മുഴക്കാത്ത ക്ഷേത്രം ഇക്കരെ കൊട്ടിയൂരാണ്. രാവിലെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ്? ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. 2 മണിക്കാണ് ഇവിടെ നട തുറക്കുന്നത്. തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഏറ്റവും ആദ്യം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ്. രാമായണ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസം ഏതാണ്? രാമായണ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസം നമുക്കറിയാം കർക്കിടകമാണ് രാമായണ മാസം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അടുത്തത്, കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം ഏതാണ്? കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം ഏതാണ്? ഏതാണ്? രായിരനെല്ലൂർ ഭഗവതി ക്ഷേത്രമാണ് കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം. രായിരനെല്ലൂർ ഭഗവതി ക്ഷേത്രമാണ് കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം ഏത് ക്ഷേത്രത്തിലാണുള്ളത്? കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം ഉള്ളത് വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ്. എവിടെയാണ്? വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ്. അടുത്തത്, നിത്യേന ബ്രാഹ്മണിപ്പാട്ട് നടത്തി വരുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? നിത്യേന ബ്രാഹ്മണിപ്പാട്ട് നടത്തി വരുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം. നിത്യേന ബ്രാഹ്മണിപ്പാട്ട് നടത്തി വരുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം എന്ന് മനസ്സിലാക്കുക. അതുപോലെ കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോട്ടയമാണ്. കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കോട്ടയം ജില്ലയിലാണ്. മറ്റൊന്ന്, ഗ്രഹണം ബാധിക്കാത്ത ക്ഷേത്രം ഏതാണ്? ഗ്രഹണം ബാധിക്കാത്ത ക്ഷേത്രം ഏതാണ്? അത് തിരുവാർപ്പ് ക്ഷേത്രമാണ്. ഗ്രഹണം ബാധിക്കാത്ത ക്ഷേത്രം തിരുവാർപ്പ് ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം ഏതാണ്? കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം എന്ന് പറയുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം.
സൂര്യഗായത്രിയുടെ ദേവത ഏതാണ്? സൂര്യഗായത്രിയുടെ ദേവത എന്ന് പറയുന്നത് സവിതാവാണ്. സൂര്യഗായത്രിയുടെ ദേവത സവിതാവാണ് എന്ന് മനസ്സിലാക്കുക. ഏതാണ്? സവിതാവ്. മറ്റൊന്ന്, വൈശാഖ മാസത്തിൽ നട തുറന്ന് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രം ഏതാണ്? വൈശാഖ മാസത്തിൽ നട തുറന്ന് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ. കൊട്ടിയൂർ ക്ഷേത്രം അക്കരെ കൊട്ടിയൂർ എന്നും ഇക്കരെ കൊട്ടിയൂർ എന്നും അറിയപ്പെടുന്നുണ്ട്. അക്കരെ കൊട്ടിയൂർ, അക്കരെ കൊട്ടിയൂർ എന്നും ഇക്കരെ കൊട്ടിയൂർ എന്നും എന്താണ് കൊട്ടിയൂർ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു വഴിപാട് ഓടപ്പൂവാണ്. ഓടപ്പൂവ്, അതായത് നമ്മുടെ മുളയുടെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഓടപ്പൂവ്. ഓക്കെ, ഓടപ്പൂവാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്. ഓടപ്പൂവ് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ കൊട്ടിയൂർ ക്ഷേത്രവുമായിട്ടാണ്. ദക്ഷയാഗം നടന്ന ക്ഷേത്രം ചോദിച്ചാൽ അതും കൊട്ടിയൂരാണ്. ദക്ഷയാഗം നടന്നു എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ. ഓക്കെ, കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒട്ടനവധി ചോദ്യങ്ങൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് കൊട്ടിയൂർ വലിയ വൈശാഖ മഹോത്സവം നടക്കുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, മത്തവിലാസം കൂത്ത് ഏത് ദേവന്റെ ക്ഷേത്രങ്ങളിലാണ് നടത്തപ്പെടുന്നത്? മത്തവിലാസം കൂത്ത് നടത്തപ്പെടുന്നത് ശിവക്ഷേത്രങ്ങളിലാണ്. മത്തവിലാസം കൂത്ത് ശിവക്ഷേത്രങ്ങളിലാണ് നടത്തപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, തോൽപ്പാവക്കൂത്ത് ഏത് പുരാണത്തിന്റെ ഭാഗമായാണ് പ്രദർശിപ്പിക്കുന്നത്? തോൽപ്പാവക്കൂത്ത് ഏത് പുരാണത്തിന്റെ ഭാഗമായാണ് പ്രദർശിപ്പിക്കുന്നത് ചോദിച്ചാൽ കമ്പരാമായണത്തിന്റെ ഭാഗമായാണ്. ഏതാണ്? കമ്പരാമായണത്തിന്റെ ഭാഗമായാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ വലിയ പാണിക്ക് പ്രത്യേകമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണത്തിന്റെ പേര്? വലിയ പാണിക്ക് പ്രത്യേകമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണത്തിന്റെ പേരാണ് മരം. ഏതാണ്? മരമാണ് വലിയ പാണിക്ക് പ്രത്യേകമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം എന്ന് പറയുന്നത്. ഏതാണ്? മരമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത്, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആരാണ്? കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോളാണ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോൾ. മറ്റൊന്ന്, പന്നിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏത് സങ്കല്പത്തിലാണ്? പന്നിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏത് സങ്കല്പത്തിലാണ് എന്ന് ചോദിച്ചാൽ വരാഹമൂർത്തി സങ്കല്പത്തിലാണ്. പന്നിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വരാഹമൂർത്തി സങ്കല്പത്തിലാണ്. മറ്റൊന്ന്, ഒരു നാലമ്പലത്തിൽ ശിവൻ, ശങ്കരനാരായണൻ, വിഷ്ണു എന്നീ ദേവന്മാരെ പ്രധാനമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏതാണ്? ഒരു നാലമ്പലത്തിൽ ശിവൻ, ശങ്കരനാരായണൻ, വിഷ്ണു എന്നീ ദേവന്മാരെ പ്രധാനമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏതാണ് എന്നാണ് ചോദ്യം. അത് തിരുവേഗപ്പുറ മഹാദേവ ക്ഷേത്രമാണ്. തിരുവേഗപ്പുറ മഹാദേവ ക്ഷേത്രത്തിലാണ് നാലമ്പലത്തിൽ ശിവൻ, ശങ്കരനാരായണൻ, വിഷ്ണു എന്നീ ദേവന്മാരെ പ്രധാനമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രം തിരുവേഗപ്പുറം മഹാദേവ ക്ഷേത്രം. അടുത്തത്, ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം അത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണ്. ഏതാണ്? കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, പ്രസിദ്ധമായ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രസിദ്ധമായ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശൂർ ജില്ലയിലാണ്. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന്, കേരളത്തിൽ 4 തന്ത്രിമാരുള്ള ക്ഷേത്രം ഏതാണ്? കേരളത്തിൽ 4 തന്ത്രിമാരുള്ള ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമാണ്. കേരളത്തിൽ 4 തന്ത്രിമാരുള്ള ക്ഷേത്രമാണ് തളിപ്പറമ്പ രാജരാജേശ്വര ക്ഷേത്രം. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഏതാണ്? കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മറ്റൊന്ന്, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജയ്ക്ക് മണി അടിക്കാത്ത ക്ഷേത്രം ഏതാണ്? കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജയ്ക്ക് മണി അടിക്കാത്ത ക്ഷേത്രം അത് ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രമാണ്. ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രം. അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ള ക്ഷേത്രം? അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ള ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. മറ്റൊന്ന്, തത്വമസി എന്ന പദം ഏത് ഉപനിഷത്ത് വാക്യമാണ്? തത്വമസി എന്ന പദം ഏത് ഉപനിഷത്ത് വാക്യമാണ് എന്ന് ചോദിച്ചാൽ ചാന്തോക്യോപനിഷത്താണ്. ചാന്തോക്യോപനിഷത്തിലെ വാക്യമാണ് തത്വമസി എന്ന് പറയുന്നത്. ചാന്തോക്യോപനിഷത്താണ്. ഓക്കെ, അടുത്ത, ഛന്ദസ് ആദ്യം തൊടുന്നത് എവിടെ നിന്നാണ്? ഛന്ദസ് ആദ്യം തൊടുന്നത് ശിരസിൽ നിന്നാണ്. എവിടെയാണ്? ശിരസിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ചിലന്തി അമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രം ഏതാണ്? ചിലന്തി അമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രമാണ് പള്ളിയറ ക്ഷേത്രം. ഏതാണ്? പള്ളിയറ ക്ഷേത്രമാണ്. ചിലന്തി അമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രം പള്ളിയറ ക്ഷേത്രം. അടുത്തത്, ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. അതിൽ കുലശേഖര മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. മറ്റൊന്ന്, തൃപ്പൂത്ത് ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ്? തൃപ്പൂത്ത് ഉത്സവം നടക്കുന്ന ക്ഷേത്രം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ്. തൃപ്പൂത്ത് ഉത്സവം നടക്കുന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ഏറ്റുമാനൂരിൽ 7.5 പൊന്നാനിയാണ്, മറന്നുപോകരുത്. അടുത്തത്,
ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണത്തിന്റെ പേരെന്ത്? ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണത്തിന്റെ പേരാണ് മിഴാവ്. ഏതാണ്? മിഴാവാണ് ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം. മറ്റൊന്ന്, തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിനുള്ള മാംഗല്യ പൂജ നടത്തുന്നത് ഏത് ദേവീദേവന്മാർക്കാണ്? തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിനുള്ള മാംഗല്യ പൂജ നടത്തുന്നത് ഏത് ദേവീദേവന്മാർക്കാണ് എന്ന് ചോദിച്ചാൽ ഗണപതിക്കാണ്. ഏതാണ്? ഗണപതിക്കാണ്. അടുത്ത പുരാണങ്ങൾ എത്രയാണ്? എത്ര പുരാണങ്ങളാണ്? 18 പുരാണങ്ങളാണ്. 18 പുരാണങ്ങൾ. മറ്റൊന്ന്, ഏത് മഹാരാജാവിന്റെ കാലത്താണ് ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ ട്രസ്റ്റ് തുടങ്ങിയത്? ഏത് മഹാരാജാവിന്റെ കാലത്താണ് ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ ട്രസ്റ്റ് തുടങ്ങിയത്? അത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ് വിശ്വാസം? ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ് വിശ്വാസം? ഗുരുവും വായുവുമാണ്. ഗുരുവും വായുവുമാണ് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത്. ഗുരുവും വായുവും. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം മാനവേദൻ നമ്പൂതിരിയാണ്. മാനവേദൻ. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദനാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, തിരുവഞ്ചിറ എന്ന ജലാശയത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? തിരുവഞ്ചിറ എന്ന ജലാശയത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം അത് കൊട്ടിയൂർ ക്ഷേത്രമാണ്. ഏതാണ്? കൊട്ടിയൂർ ക്ഷേത്രമാണ് തിരുവഞ്ചിറ എന്ന് പറയുന്ന ജലാശയത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. കൊട്ടിയൂർ ക്ഷേത്രം, കണ്ണൂർ ജില്ല. അടുത്തത്, ഏഴര പൊന്നാന എഴുന്നള്ളിപ്പ് നടത്താറുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. ഏഴര പൊന്നാന എഴുന്നള്ളിപ്പ് നടത്താറുള്ള കേരളത്തിലെ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. മറ്റൊന്ന്, പറയിപെറ്റ പന്തിരുകുലത്തിലെ അവസാനത്തെ അംഗം ദൈവമായി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം. പറയിപെറ്റ പന്തിരുകുലത്തിലെ അവസാനത്തെ അംഗം ദൈവമായി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രമാണ് വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം. ഏതാണ്? വായില്ല കുന്നിലപ്പൻ ക്ഷേത്രമാണ്. ഓക്കെ. മറ്റൊന്ന്, പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യം ഏതാണ്? പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യമാണ്. ഇതിലേതാണ് പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്നത്? ഇവിടെ കൊമ്പാണ് പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്നത് കൊമ്പുണ്ട്. നിങ്ങൾ പറഞ്ഞത് കൊമ്പ്, ഇലത്താളം, തിമില, അതുപോലെ ഇടക്ക, അതുപോലെ മദ്ദളം. ഓക്കെ, ഇത്രയുമാണ് പഞ്ചവാദ്യങ്ങളിൽ പെടുന്നത്. കൊമ്പ്, ഇലത്താളം, തിമില, ഇടക്ക, മദ്ദളം. ഓക്കെ, കൊമ്പ്, ഇലത്താളം, തിമില, ഇടക്ക, മദ്ദളം എന്നിവയാണ് പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഇതിൽ പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ചെണ്ടയില്ല, വയലിനില്ല, തബലയില്ല. അപ്പൊ കൊമ്പാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. മറ്റൊന്ന്, മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളുണ്ട്? എത്ര പർവ്വങ്ങളാണ്? 18 പർവ്വങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് തന്നെയാണ് ചോദ്യം ആവർത്തിച്ചതാണ് 18 പർവ്വങ്ങൾ. അടുത്ത, ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠം എവിടെയാണ്? ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠം തന്നിരിക്കുന്നതിൽ ദ്വാരകയിലാണ്. എവിടെയാണ്? ദ്വാരകയിലാണ് ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമുള്ളത്. മറ്റൊന്ന്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. മറ്റൊന്ന്, കേരളത്തിൽ തെറിപ്പാട്ട് ആചാരമായ ക്ഷേത്രം ഏതാണ്? കേരളത്തിൽ തെറിപ്പാട്ട് ആചാരമായ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണ്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ഏതാണ്? കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം എന്ന് പറയുന്നത് ആദിത്യപുരം ക്ഷേത്രമാണ്. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ആദിത്യപുരം. ചോദ്യം ശരിക്കും വായിക്കണം, കേരളത്തിലെ എന്നാണ്. അപ്പൊ ഏക സൂര്യക്ഷേത്രമാണ് ആദിത്യപുരം ക്ഷേത്രം. മറ്റൊന്ന്, ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രം ഏതാണ്? ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രമാണ് അരുവിപ്പുറം ശിവക്ഷേത്രം. അരുവിപ്പുറം ശിവക്ഷേത്രം. മറ്റൊന്ന്, ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത് ഏതാണ്? ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത് ഡമരു ആണ്. ഏതാണ്? ഡമരു ആണ് ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത്. മറ്റൊന്ന്, വിഷ്ണുവിന്റെ ഗദയുടെ പേരെന്താണ്? വിഷ്ണുവിന്റെ ഗദയുടെ പേര് കൗമോദകി എന്നാണ്. എന്താണ്? കൗമോദകി എന്നാണ്. വിഷ്ണുവിന്റെ ഗദയുടെ പേര് കൗമോദകി എന്നാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കൗമോദകി എന്നാണ്. മറ്റൊന്ന്, അദ്വൈതം എന്ന സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ച് സ്ഥാപിച്ച ആചാര്യനാരാണ്? അദ്വൈതം എന്ന സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ച് സ്ഥാപിച്ച ആചാര്യനാരാണ്? ശങ്കരാചാര്യരാണ്. ആരാണ്? ശങ്കരാചാര്യർ. മറ്റൊന്ന്, കേരളത്തിൽ സാധാരണ ജനഹൃദയങ്ങളിൽ രാമകഥ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച കൃതി ഏതാണ്? കേരളത്തിലെ സാധാരണ ജനഹൃദയങ്ങളിൽ രാമകഥ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച കൃതി അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. ഏതാണ്? അധ്യാത്മരാമായണം കിളിപ്പാട്ട്. മറ്റൊന്ന്, ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിലാണ്? ഭീഷ്മ പർവ്വത്തിലാണ് മഹാഭാരതത്തിലെ
ഭഗവത്ഗീതയുള്ളത്. മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വത്തിലാണ് ഭഗവത്ഗീത സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, വിവിധ നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ വരയ്ക്കുന്ന സമ്പ്രദായത്തിന്റെ പേര്. വിവിധ നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ വരയ്ക്കുന്ന സമ്പ്രദായത്തിന്റെ പേരാണ് കളമെഴുത്ത്. ഏതാണ്? കളമെഴുത്ത്. ഓക്കെ, വളരെയധികം പ്രധാനപ്പെട്ട കുറേയധികം ചോദ്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി നമുക്ക് കുറച്ച് കാര്യം നമുക്കറിയാം. വേദങ്ങൾ എന്ന് പറയുന്നത് 4 തരത്തിലാണ്. 4 വേദങ്ങളാണുള്ളത്, 4 വേദങ്ങൾ. ഓക്കെ, ആ വേദങ്ങളെ നമുക്കൊന്ന് പഠിക്കാം. ഒന്ന് ഋഗ്വേദമാണ്. ചതുർവേദങ്ങളിൽ ആദ്യത്തെ വേദം എന്നാണ് ഋഗ്വേദം അറിയപ്പെടുന്നത്. ചതുർവേദങ്ങളിൽ ആദ്യത്തെ വേദം എന്നറിയുന്നു. ഋഗ്വേദത്തിലെ മന്ത്രങ്ങളെ ക്രമീകരിച്ചത് കൃഷ്ണ ദ്വൈപായനാണ്. അതാ ദ്വൈപായനൻ എന്നാണ്, ഇങ്ങനെയാണ്. അത് മാറിപ്പോയതാണ്, ഇത് ടൈപ്പിങ്ങിന്റെ അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് മാറ്റുമ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. ഋഗ്വേദത്തിലെ മന്ത്രങ്ങളെ ക്രമീകരിച്ചത് കൃഷ്ണ ദ്വൈപായനാണ്. ഈ കൃഷ്ണ ദ്വൈപായൻ അറിയപ്പെടുന്ന പേരാണ് വ്യാസ മഹർഷി എന്നാണ് കൃഷ്ണ ദ്വൈപായനൻ അറിയപ്പെടുന്നത്. ഇനി ഋഗ്വേദം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ആളുകളാണ് വള്ളത്തോള്, OMC നാരായണൻ നമ്പൂതിരിപ്പാട്. വള്ളത്തോളും OMC നാരായണൻ നമ്പൂതിരിപ്പാടുമാണ് ഋഗ്വേദം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ആളുകൾ. ഋഗ്വേദത്തിന് 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. 10 മണ്ഡലങ്ങളുണ്ട്. അതുപോലെ 1028 സൂക്തങ്ങളും ഉണ്ട്. ഋഗ്വേദത്തിൽ 1028 സൂക്തങ്ങൾ, അതായത് 10500 മന്ത്രങ്ങൾ. ഗായത്രി മന്ത്രം ഋഗ്വേദത്തിന്റെ ഭാഗമാണ്. ഗായത്രി മന്ത്രം രചിച്ചത് വിശ്വാമിത്രനാണ്. ആരാണ്? വിശ്വാമിത്രൻ. അതുപോലെ ഋഗ്വേദത്തിൽ ഓം എന്ന വാക്ക് 1028 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. 1028 തവണ ഋഗ്വേദത്തിൽ ഓം എന്ന വാക്കുണ്ട്. അതുപോലെ ആര്യ എന്ന വാക്ക് 36 തവണയും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ആര്യ എന്ന വാക്ക് 36 തവണയും ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തത് സാമവേദത്തിലേക്ക് വന്നാൽ സംഗീതത്തെ പറ്റിയുള്ള ആദ്യത്തെ പുസ്തകമാണ് സാമവേദം എന്ന് പറയുന്നത്. ഓക്കെ, സംഗീതത്തെ പറ്റിയാണ് സാമവേദം പറയുന്നത്. ആദ്യത്തെ പുസ്തകമാണ്. ഇന്ത്യൻ സംഗീതത്തിന്റെ ഉറവിടം സാമവേദമാണെന്ന് കണക്കാക്കപ്പെടാം. ഇന്ത്യൻ സംഗീതത്തിന്റെ ഉറവിടം. അതുപോലെ സാമവേദത്തിന്റെ ഉപവേദമാണ് ഗന്ധർവവേദം. ഓക്കെ, ഉപവേദം ഗന്ധർവവേദമാണ്. ഇന്ത്യൻ സംഗീതത്തിന്റെ പിതാവ് സാരംഗദേവനാണ്. സാരംഗദേവന്റെ കൃതിയാണ് സംഗീത രത്നാകരം. എന്താണ് സംഗീത രത്നാകരം? കർണാടക സംഗീതത്തിന്റെ പിതാവാണ് പുരന്ദരദാസൻ കർണാടക സംഗീതത്തിന്റെ പിതാവാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് സാമവേദം. അടുത്ത യജുർവേദമാണ്. യജുർവേദം എന്ന് പറയുന്നത്, യജുർവേദത്തെ 2ആയി തിരിച്ചിട്ടുണ്ട്. കൃഷ്ണ യജുർവേദം എന്നത് കറുപ്പെന്നും ശുക്ല യജുർവേദം എന്ന് വെളുപ്പും എന്നായി 2ആയി തിരിച്ചിട്ടുണ്ട്. അതായത് ഗദ്യരൂപത്തിലുള്ള ഏകവേദം ചോദിച്ചാൽ യജുർവേദമാണ്. യജുർവേദമാണ് എന്ന് മനസ്സിലാക്കുക. യജുർവേദത്തിന്റെ ഉപവേദമാണ് ധനുർവേദം. അസ്ത്രവിദ്യയെ പറ്റി ധനുർവേദം പ്രതിപാദിക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കുക. മറ്റൊന്ന് അഥർവവേദമാണ്. അതായത് ചതുർവേദങ്ങളിൽ 4ാമത്തെ വേദമാണ് അഥർവവേദം. ഏറ്റവും ആധുനികമായ വേദം, മറ്റു വേദങ്ങളെക്കാൾ ആധുനികമാണ്, ഏറ്റവും അവസാനം വന്നതുകൊണ്ട്. ഈശ്വര ഉപാസനയ്ക്ക് പുറമെ ആഭിചാര പ്രയോഗങ്ങളും ആത്മരക്ഷാ ശത്രു നിവാരണം ഐശ്വര്യപ്രാപ്തി എന്നിവയും പ്രതിപാദിക്കുന്നു. അതായത് ഈശ്വര ഉപാസനയ്ക്ക് പുറമെ ആഭിചാര പ്രയോഗങ്ങളും ആത്മരക്ഷാ ശത്രു നിവാരണം ഐശ്വര്യപ്രാപ്തി എന്നിവയും അഥർവവേദം എന്താണ് പ്രതിപാദിക്കുന്നു. അതുപോലെ ബ്രഹ്മവേദം എന്നറിയപ്പെടുന്നതും അഥർവവേദമാണ്. അതുപോലെ തന്നെ യുദ്ധം മനുഷ്യ മനസ്സിൽ തുടങ്ങുന്നു എന്ന വാക്യം അഥർവവേദത്തിലാണ്. വാക്യമുള്ളത് അഥർവവേദത്തിലാണ്. അഥർവവേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം. ആയുർവേദത്തിന്റെ ഉപജ്ഞാതാവ് ധന്വന്തരി എന്നറിയപ്പെടുന്നു. ആരാണ്? ധന്വന്തരിയാണ്. അതുപോലെ ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ചരകൻ, ശുശ്രുതൻ, വാഗ്ഭടൻ. ആയുർവേദത്തിലെ ത്രിമൂർത്തികളാണ് ചരകൻ, ശുശ്രുതൻ, വാഗ്ഭടൻ. അർത്ഥവേദം എന്ന കൃതിയുടെ കർത്താവ് ബൃഹസ്പതി. ആരാണ്? ബൃഹസ്പതിയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, കുറച്ച് ക്ഷേത്രങ്ങളെ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്ഷേത്രങ്ങൾ നമുക്ക് ഇന്ന് ഇവിടെ നോക്കാം. ഒന്ന് തൊടീക്കളം ശിവക്ഷേത്രം. കണ്ണൂർ ജില്ലയിലാണ് തൊടീക്കളം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിൽ കണ്ണവത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തൊടീക്കളം ശിവക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് ചുമർ ചിത്രകല കൊണ്ട് പ്രശസ്തമായ ക്ഷേത്രമാണ് തൊടീക്കളം ശിവക്ഷേത്രം. കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ക്ഷേത്രമാണ്. ഇവിടുത്തെ ചുമർ ചിത്രങ്ങൾ ജൈവ ചായക്കൂട്ടുകൾ ഉപയോഗിച്ച് വരച്ചതാണ് എന്ന് മനസ്സിലാക്കുക. പഴശ്ശിരാജ കുടുംബവുമായി ബന്ധമുള്ള ക്ഷേത്രമാണ് തൊടീക്കളം ശിവക്ഷേത്രം. കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ്. ചുമർ ചിത്രകല കൊണ്ട് പ്രശസ്തമായ ക്ഷേത്രമാണ്. ജൈവ ചായക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് ഇത് വരച്ചതെന്ന് കരുതപ്പെടുന്നു. ഓക്കെ, അടുത്തത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. അതായത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നത്. പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഇവിടുത്തെ മുഖ്യ ആരാധനാമൂർത്തി. ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ മുഖ്യ ആരാധനാമൂർത്തി. അതായത് ഇതിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കംസവധത്തിന് ശേഷമുള്ള ശ്രീകൃഷ്ണനാണ്. കംസവധത്തിന് ശേഷമുള്ള കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ.
അതായത് ഗുരുവായൂരിലേക്കാൾ അല്പം ഉയരം കൂടുതലാണ് ഇവിടുത്തെ വിഗ്രഹത്തിന്. ഗുരുവായൂരിലേക്കാൾ അല്പം ഉയരം കൂടുതലാണ്. ശ്രീശമ്പര മഹർഷി ഭഗവത് വിലാസങ്ങൾ കാണാൻ തപസ്സനുഷ്ഠിച്ച വനഭൂമിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഐതിഹ്യം. ഓക്കെ, ഇതാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. മറ്റൊന്ന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. നമ്മൾ പറഞ്ഞു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെങ്കല ശില്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, രാജരാജേശ്വര ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. അതായത് കൂവളത്തിന്റെ ഇല പതിവില്ലാത്ത ശൈവ സങ്കല്പമാണ് ഇവിടെ. കൂവളത്തിന്റെ ഇല പതിവില്ലാത്ത ശൈവ സങ്കല്പം. കാരണം ഇവിടുത്തെ ദേവനിഷ്ടം തുളസിയാണ്. തുളസി ഇലയാണ് ഇവിടുത്തെ പ്രധാനമായി കണക്കാക്കപ്പെടുന്നത്. മറ്റൊന്ന് 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് സതിയുടെ സ്വയം ദഹനത്തിനും ശിവന്റെ താണ്ഡവ നൃത്തത്തിനും ശേഷം സതിയുടെ തല വീണത് ഇവിടെയാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഓക്കെ, അതായത് കൂടിയാട്ടം, ചാക്യാർ കൂത്ത് എന്നിവ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഇതാണ് കരുതപ്പെടുന്നത്. അതായത് എല്ലാ പുതിയ കൂടിയാട്ടങ്ങളും രൂപകൽപ്പനയ്ക്ക് ശേഷം ആദ്യം അവതരിപ്പിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അതുപോലെ ചാക്യാർ സമുദായത്തിലെ മാണി കുടുംബത്തിന് മാത്രമേ ഇവിടെ കൂടിയാട്ടം നടത്താൻ അവകാശമുള്ളൂ. ഏതാണ് മാണി കുടുംബത്തിന്. അതുപോലെ പത്മശ്രീ മാണി മാധവ ചാക്യാർ ഇവിടെ വർഷങ്ങളോളം കൂടിയാട്ടം അവതരിപ്പിച്ചിരുന്നു. മാധവ ചാക്യാർക്ക് വിദൂഷക രത്നം പട്ടം സമ്മാനിച്ചത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ്. അതായത് ഒരു കലാകാരൻ ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നുള്ള വീരശൃംഖല. ഒരു കലാകാരൻ ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണ്. അവസാനമായി വീരശൃംഖല ലഭിച്ചത് ഗുരു മാധവ ചാക്യാർക്കാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് നെയ്യമൃതാണ് എന്ന് മനസ്സിലാക്കുക. കൊടിമരമില്ലാത്ത ക്ഷേത്രമായതുകൊണ്ട് കൊടിയേറ്റ് ഉത്സവങ്ങളോ ആറാട്ട് എഴുന്നള്ളത്തുകളോ ഇവിടെ പതിവില്ല എന്ന് മനസ്സിലാക്കുക. അതായത് കൊടിമരമില്ലാത്തൊരു ക്ഷേത്രമാണ്, അതുകൊണ്ട് കൊടിയേറ്റ് ഉത്സവങ്ങളോ ആറാട്ട് എഴുന്നള്ളത്തുകളോ ഇവിടെ പതിവില്ല. പുരുഷന്മാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ എപ്പോഴും പ്രവേശനമുണ്ടെങ്കിലും സ്ത്രീകൾക്ക് എല്ലാ സമയങ്ങളിലും ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. അതുപോലെ ബ്രാഹ്മണ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനകത്തേ പ്രവേശനമില്ല എന്ന് മനസ്സിലാക്കുക. മറ്റു സ്ത്രീകൾക്ക് തിരുവത്താഴ പൂജയ്ക്ക് ശേഷം അകത്ത് കയറി തൊഴാം. അങ്ങനെയാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. മറ്റൊന്ന് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രമാണ്. കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം തളി അമ്പലം എന്നും അറിയപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പാർവതി സമേതനായ ആനന്ദഭാവത്തിലുള്ള പരമശിവൻ തുല്യ പ്രാധാന്യത്തിൽ ശ്രീകൃഷ്ണനും കുടികൊള്ളുന്നു. അതായത് പാർവതി സമേതനായ ആനന്ദഭാവത്തിലുള്ള പരമശിവനും അതുപോലെ ശ്രീകൃഷ്ണനും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്നു. കോഴിക്കോട് സാമൂതിരിയുടെ മുഖ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുരാതന കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ തളി ക്ഷേത്രം. രേവതി പട്ടത്താനം എന്ന തർക്ക സദസ് നടന്നിരുന്ന ക്ഷേത്രം കൂടിയാണ്. അതായത് പണ്ഡിത സദസ്സാണ്, അത് നടന്നിരുന്ന ക്ഷേത്രം കൂടിയാണ് തളി മഹാദേവ ക്ഷേത്രം. പരശുരാമ പ്രതിഷ്ഠിതമായ 4 തളി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടുത്തെ ഗണപതിയെ പ്രതിഷ്ഠിച്ചത് നാരായണത്ത് ഭ്രാന്തനാണെന്നാണ് വിശ്വാസം. ഓക്കെ, അടുത്തത് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. മഹാദേവ ക്ഷേത്രം എന്നും പറയുന്നു. അതായത് മുഖ്യ പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണ്, എന്നാൽ തുല്യ പ്രാധാന്യത്തിൽ ഇവിടെ പരമശിവനും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് വലതും മനോഹരവുമായ ശിവലിംഗ പ്രതിഷ്ഠ പ്രത്യേകതയാണ്. മംഗല്യസിദ്ധിക്ക് ഭക്തർ ആശ്രയിക്കുന്ന ക്ഷേത്രം കൂടിയാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. വള്ളുവക്കോനാതിരിമാരുടെ കുലദൈവമാണ് തിരുമാന്താംകുന്നിലമ്മ എന്നാണ് വിശ്വാസം. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഭഗവതി പ്രതിഷ്ഠ ഇവിടെയാണ് എന്ന് പറയുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഭഗവതി പ്രതിഷ്ഠ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ്. അതുപോലെ മംഗല്യ പൂജ പ്രധാന വഴിപാടാണ്. അട്ടയങ്ങേർ എന്ന ചടങ്ങ് തുലാമാസം 1 നടത്തുന്നു. അട്ടയങ്ങേർ എന്ന ചടങ്ങ് ഇവിടെ തുലാമാസം 1 നടത്തുന്നുണ്ട്. അതുപോലെ വലിയ കണ്ടം നടിയിൽ എന്ന ഞാറുനടൽ യജ്ഞം ചിങ്ങമാസത്തിൽ നടത്തുന്നു. തേക്കിൻ കറ കൊണ്ടുണ്ടാക്കുന്ന പ്രത്യേക ചാന്ത് കൊണ്ട് ചാന്താട്ടം നടത്തുന്നു. അതുപോലെ ഞെരളത്ത് രാമപൊതുവാളിന്റെ അനുസ്മരണാർത്ഥം ഞെരളത്ത് സംഗീതോത്സവം നടത്തുന്ന ക്ഷേത്രം കൂടിയാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. അടുത്തത് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠകൾ മഹാവിഷ്ണുവും ഭഗവതിയുമാണ്. പ്രധാന പ്രതിഷ്ഠകൾ മഹാവിഷ്ണുവും ഭഗവതിയും. ഭഗവതി അന്നപൂർണേശ്വരി ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഭഗവതി അന്നപൂർണേശ്വരി ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൊച്ചി രാജവംശത്തിന്റെ കുലദൈവവും ഉപാസനമൂർത്തിയുമാണ് പഴയന്നൂർ ഭഗവതി. പ്രധാന വഴിപാട് പൂവൻകോഴിയാണ്. അതുപോലെ നങ്ങ്യാർകൂത്ത് നടത്തിവരുന്ന ക്ഷേത്രം കൂടിയാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. മഹാവിഷ്ണു പ്രതിഷ്ഠ പള്ളിപ്പുറത്തപ്പൻ എന്നറിയപ്പെടുന്നു. മഹാവിഷ്ണു പ്രതിഷ്ഠ പള്ളിപ്പുറത്തപ്പൻ എന്ന് ഇവിടെ അറിയപ്പെടുന്നുണ്ട്. മറ്റൊന്ന് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രമാണ് തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിൽ. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം. ദക്ഷിണേന്ത്യയിലെ ശൈവരുടെ ഭക്തി സാഹിത്യത്തിൽ പരാമർശിക്കുന്ന ഏക കേരളീയ ക്ഷേത്രം. ദക്ഷിണേന്ത്യയിലെ ശൈവരുടെ ഭക്തി സാഹിത്യത്തിൽ പരാമർശിക്കുന്ന ഏക കേരളീയ ക്ഷേത്രം. ശൈവസിദ്ധന്മാരുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം. ശൈവസിദ്ധന്മാരുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം. കൊന്നക്കൽ ശിവൻ എന്നറിയപ്പെടുന്ന പ്രതിഷ്ഠയുണ്ട്. കൊന്നക്കൽ ശിവൻ എന്നറിയപ്പെടുന്ന പ്രതിഷ്ഠയുണ്ട് എന്ന് മനസ്സിലാക്കുക.
അടുത്തത് ഉമയനെല്ലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഉമയനെല്ലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട ബാലസുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ബാലസുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പഴനി കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. പഴനി കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ശങ്കരാചാര്യരാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നടത്തിയത്. ശങ്കരാചാര്യരാണ് പ്രതിഷ്ഠ നടത്തിയത്. ആനവാൽപ്പിടി എന്ന അത്യപൂർവ ചടങ്ങ് ഇവിടെ നടത്തുന്നു. ആനവാൽപ്പിടി എന്ന അത്യപൂർവ ചടങ്ങ് ഇവിടെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാന നൃത്തരൂപങ്ങളൊന്ന് നോക്കാം. കേരളത്തിലാണെങ്കിൽ കഥകളിയും മോഹിനിയാട്ടവുമാണ്. കഥകളിയും മോഹിനിയാട്ടവും. ആന്ധ്രാപ്രദേശിലത് കുച്ചുപ്പിടിയാണ്. കുച്ചുപ്പിടി. അസാമിലാണെങ്കിൽ ബിഹു, സാത്രിയ, ജപാലി. ബിഹു, സാത്രിയ, ജപാലി എന്നിവ ആസാമിന്റെ നൃത്തരൂപമാണ്. മഹാരാഷ്ട്രയുടേത് തമാശ, ദാഹികാല. ദാഹികാല, തമാശ എന്നിവ മഹാരാഷ്ട്ര. പഞ്ചാബിന്റെ ആണെങ്കിൽ ബാംഗ്രയും ഗിഡയും. ബാംഗ്ര, ഗിഡ എന്നിവ പഞ്ചാബ്. ഒഡീസി ഗോട്ടിപ്പുവ എന്നത് ഒഡീഷയുടെ. ഒഡീസി ഗോട്ടിപ്പുവ ഒഡീഷയുടെ നൃത്തരൂപമാണ്. അതുപോലെ ഗർഭ, ദണ്ഡിയ, രാസ്. ഗർഭ, ദണ്ഡിയ, രാസ് എന്നിവ ഗുജറാത്തിന്റെ നൃത്തരൂപമാണ്. ഭരതനാട്യം, കുമ്മി, കരകാട്ടം, മയിലാട്ടം എന്നിവ തമിഴ്നാടിന്റെ നൃത്തരൂപമാണ്. ഭരതനാട്യം, കുമ്മി, കരകാട്ടം, മയിലാട്ടം എന്നിവ തമിഴ്നാട്. അതുപോലെ തന്നെ ജത്തിൻ, വിദേശിയ എന്നിവ കർണാടകയുടെയാണ്. ജത്തിൻ, വിദേശിയ. രാജസ്ഥാന്റെ ആണെങ്കിൽ ഗയറൽ ഗുമാർ. രാജസ്ഥാൻ ഗയറൽ ഗുമാർ എന്നിങ്ങനെ അറിയപ്പെടുന്നു. അതുപോലെ ജമ്മു കാശ്മീരിലേക്ക് വന്നാൽ റൌഫ് ചാക്രി. റൌഫ് ചാക്രി എന്നിവ ജമ്മു കാശ്മീരാണ്. കർമ്മ എന്നത് ജാർഖണ്ഡിന്റെ നൃത്തരൂപമാണ്. കർമ്മ. മിസോറാമിന്റെ ചിറാവു. ചിറാവു ഒരു മുളനൃത്തമാണ്. ചിറാവു അത് മിസോറാമാണ്. ചിറാമു. അതുപോലെ പശ്ചിമ ബംഗാൾ ചൗ ജാത്ര. പശ്ചിമ ബംഗാളിൽ ചൗ ജാത്ര. ഉത്തർപ്രദേശിലാണെങ്കിൽ കഥക്, നൗട്ടങ്കി, രാസലീല. കഥക്, നൗട്ടങ്കി, രാസലീല ഉത്തർപ്രദേശ്. മേഘാലയ ഷാദും നോങ്ഗ്രോമും. നോങ്ഗ്രോം എന്നിവ മേഘാലയയിലാണ്. ഹിമാചൽ പ്രദേശ് നദി. ഹിമാചൽ പ്രദേശ് നദി. അതുപോലെ ഹരിയാന സ്വാങ്. ഹരിയാനയിലെ നൃത്തരൂപമാണ് സ്വാങ്. മധ്യപ്രദേശ് മജ, ലോധ, ഗ്രിഡ. മജ, ലോധ, ഗ്രിഡ എന്നിവ മധ്യപ്രദേശാണ്. ഓക്കെ, മധ്യപ്രദേശ്. ഇതാണ് ഇന്ത്യയിലെ പ്രധാന നൃത്തരൂപങ്ങൾ. ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ്. അടുത്തൊരു ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി നിങ്ങളിലേക്ക് എത്തിക്കും. പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷയിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒട്ടേറെ ചോദ്യങ്ങളുമായി സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ GK വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും, അതായത് നമ്മൾ ഏറ്റവും പ്രതീക്ഷിതമായി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ചോദ്യങ്ങൾ കൂടെ നാളെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റന്നാളത്തെ പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് ഈ ഒരു മാരത്തോണിലൂടെ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ കൃത്യമായി തന്നെ ക്ലാസ്സുകൾ കാണുക. ഈ ഒരു വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC വരാൻ വേണ്ടി പോകുന്നു. അതുപോലെ കൂടൽമാണിക്യം, മലബാർ, അങ്ങനെ മറ്റ് 5 ദേവസ്വങ്ങളിലേക്കൊക്കെ ഒട്ടനവധി വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാം. 7306662334 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് തരും. ഏറ്റവും പുതിയ രീതിയിലുള്ള ക്ലാസ്സുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ സമഗ്രമായി നമ്മൾ ഇതുവരെ ലൈവ് ഉണ്ടായിട്ടില്ല. ലൈവ് ഉൾപ്പെടെ നമ്മൾ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ഒക്കെ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആലോചിക്കുന്നു. ദിവസേന ക്ലാസ്സുകൾ എന്ന രീതിയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി പോവുകയാണ്. ഒട്ടനവധി കുറച്ച് പുതിയ അധ്യാപകരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ നിങ്ങളിലേക്ക്. സമ്പൂർണ്ണമായ ഒരു മാറ്റമാണ് നമ്മൾ അടുത്തത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുന്നത്. അതായത് ഏറ്റവും പുതിയ രീതിയിലുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ കൃത്യമായി ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.